Today I'm going to talk about the power of expectation. ഇന്ന് ഞാൻ നിങ്ങളോട് പ്രതീക്ഷയുടെ ശക്തിയെക്കുറിച്ചാണ് പ്രസംഗിക്കാൻ പോകുന്നത്. Hallelujah. When a new year dawns, all people are in expectation. ഒരു പുതിയ വർഷം പിറവിയെടുക്കുമ്പോൾ എല്ലാവരും വലിയ പ്രതീക്ഷയിലായിരിക്കുന്നു. This year God is going to do something new in my life. ഈ വർഷം കർത്താവിന്റെ ജീവിതത്തിൽ ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു. When people elect a new president or a prime minister or a premier, the people's expectation rises. ജനങ്ങൾ ഒരു പുതിയ പ്രധാനമന്ത്രിയെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ പ്രതീക്ഷ കുതിച്ചുയരുന്നു. Hallelujah. Hallelujah. Now, expectation is the act of looking forward to something that is about to happen. പ്രതീക്ഷ എന്നത് വരുവാൻ പോകുന്ന ഉടൻ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിലേക്ക് ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നതിനെയാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. We have not seen that. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. But we are looking forward to see that. അത് കാണാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു കാര്യം. It is the prospect of a bright future. ഒരു ശുഭ ഭാവിയുടെ കാഴ്ചയാണത്. God is going to give me a very good future. ദൈവം എനിക്ക് നല്ല അനുഗ്രഹിക്കപ്പെട്ട ഭാവി നൽകാൻ പോകുന്നു. Hallelujah. Hallelujah. It is the hope of something excellent that is going to happen in my life. എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന അതിശ്രേഷ്ഠമായ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു കാര്യം. Say hallelujah. Hallelujah. Today my question is this: how many of you are attending this service with a great expectation in your heart that God is going to do something great and excellent today during this service? ഇന്ന് നിങ്ങളോടുള്ള എൻ്റെ ചോദ്യം ഇതാണ്. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എത്ര പേർ ഇന്ന് ദൈവം എൻ്റെ ജീവിതത്തിൽ മഹത്തായ ശ്രേഷ്ഠകരമായ ഒരു കാര്യം ചെയ്യും എന്നൊരു പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നവരുണ്ട്? Hallelujah. Hallelujah. Suppose your wedding is fixed. ചിന്തിക്കുക, നിങ്ങളുടെ വിവാഹം The നിശ്ചയിച്ചിരിക്കുന്നു. wedding day is approaching. വിവാഹ ദിനം അടുത്തിരിക്കുന്നു. Usually boys and girls will have a great expectation about their marriage as the day approaches. സാധാരണഗതിയിൽ മണവാളനും മണവാട്ടിക്കും ആ വിവാഹ ദിനങ്ങൾ അടുക്കുന്തോറും അവരുടെ ഹൃദയത്തിൽ പ്രതീക്ഷ ഏറിയേറി വരും. Hallelujah. Hallelujah. And as the day approaches, the expectation rises to a level that they will be overwhelmed and sometimes they cannot sleep. ആ വിവാഹ ദിനങ്ങൾ അടുക്കുന്തോറും അവരുടെ പ്രതീക്ഷയുടെ നിലവാരം വർദ്ധിച്ച് ചിലപ്പോൾ അവർ നിറഞ്ഞു തുളുമ്പി അവരുടെ ഉറക്കം പോലും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് വരും. Any witness here? അതിനുള്ള സാക്ഷികൾ ഇവിടെ ഉണ്ടോ? Any already married? Gone through that phase in life? വിവാഹം കഴിഞ്ഞവരിൽ അതിലൂടെ കടന്നുപോയ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? That is expectation. അതാണ് പ്രതീക്ഷ. Their heart beat faster. അവരുടെ ഹൃദയം വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങും. Expectation. പ്രതീക്ഷ. Say expectation. പറയാമോ പ്രതീക്ഷ? Tap your chest like this and say expectation. നിങ്ങളുടെ ഹൃദയഭാഗത്ത് ഇതുപോലെ തട്ടിക്കൊണ്ട് പറയുക പ്രതീക്ഷ. പ്രതീക്ഷ. Expectation. പ്രതീക്ഷ. I'm expecting something. നമ്മൾ ചിലത് പ്രതീക്ഷിക്കുകയാണ്. Hallelujah. Hallelujah. And if you are a pregnant woman, ഒരു ഗർഭവതിയായ സ്ത്രീയാണെങ്കിൽ you are expecting a child that is going to be born. ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. And as the day approaches, ആ ദിവസങ്ങൾ എടുക്കുന്തോറും you feel something inside. നിങ്ങൾ എന്തോ അകത്ത് അനുഭവപ്പെടുന്നു. The baby is kicking against the walls of your stomach. നിങ്ങളുടെ വയറിന്റെ ഭിത്തിയിലേക്ക് കുഞ്ഞ് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. You know that it is the baby is going to come out. നിങ്ങൾക്ക് ഇതാ മനസ്സിലാക്കിയാണ് ഇതാ കുഞ്ഞ് പുറത്തേക്ക് വരാൻ Soon സമയമായി. I'm going to see the baby. ഞാൻ വേഗത്തിൽ കുഞ്ഞിനെ കാണാൻ Your പോവുകയാണ്. expectation rises. നിങ്ങളുടെ പ്രതീക്ഷ ഉയരുകയാണ്. That's why we call pregnant ladies, she's expecting. അതുകൊണ്ടാണ് ഗർഭവതിയായ സ്ത്രീകളെ നോക്കി നമ്മൾ പറയുന്നത് അവൾ കാത്തിരിക്കുകയാണ്, എക്സ്പെക്ട് ചെയ്യുകയാണെന്ന് പറയുന്നത്. That is an English usage. She's expecting. That means she is pregnant. ഇംഗ്ലീഷിൽ പറയാറുണ്ട് ഷീസ് എക്സ്പെക്ടിങ്, അവൾ പ്രഗ്നന്റ് ആണ്, ഗർഭവതിയാണെന്നാണ് അതിന്റെ അർത്ഥം. Hallelujah. Hallelujah. How many people are sitting here today expecting? ഇന്ന് എത്ര പേർ പ്രതീക്ഷയോടുകൂടി ഇവിടെ ആയിരിക്കുന്നുണ്ട്? Touch your stomach, touch your belly area and say, I'm expecting. നിങ്ങളുടെ ഉദരഭാഗത്ത് തൊട്ടുകൊണ്ട് പറ, ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പറഞ്ഞു, ഞാൻ ഗർഭിണിയാണ്.
ഞാൻ ഗർഭിണിയാണ്. Hallelujah. ഹല്ലേലൂയ. A child is growing inside of me. എൻ്റെ അകത്തൊരു കുഞ്ഞ് വളരുന്നുണ്ട്. Something is formed inside of me. എൻ്റെ അകത്ത് ചിലതൊക്കെ രൂപപ്പെടുന്നുണ്ട്. And soon I'm going to see the child. വേഗത്തിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണാൻ പോവുകയാണ്. Soon I'm going to see the miracle. ഞാൻ വേഗത്തിൽ എൻ്റെ അത്ഭുതം കാണാൻ പോവുകയാണ്. Soon I'm going to see the bundle of joy. എൻ്റെ സന്തോഷത്തിന്റെ നിറകുടം ഞാൻ കാണാൻ പോവുകയാണ്. Hallelujah. ഹല്ലേലൂയ. I'm going to give you 5 things that are important in connection with expectation. പ്രതീക്ഷയെ സംബന്ധിച്ചിടത്തോളം 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോവുകയാണ്. Number 1. ഒന്ന്, expectation is connected to your attitude. പ്രതീക്ഷ എന്നത് നമ്മുടെ മനോഭാവത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. If you have a bad attitude, you will never expect anything good to happen. നിങ്ങൾക്ക് ഒരു മോശമായ മനോഭാവമാണെങ്കിൽ നല്ല ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. The principle says your attitude determines your altitude. നിങ്ങളുടെ മനോഭാവമാണ് നിങ്ങളുടെ ഔന്നത്യം നിശ്ചയിക്കുന്നത്. If you have a negative attitude, you will only go down. നിങ്ങൾക്ക് ഒരു തെറ്റായ ഒരു മനോഭാവമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ താഴേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. But if you have a positive, creative attitude, you will be climbing up in life. എന്നാൽ ജീവിതത്തിൽ പോസിറ്റീവായ സർഗാത്മകമായ ഒരു മനോഭാവമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കും. Say hallelujah. ഒരു ഹല്ലേലൂയ. Always remember your attitude determines the atmosphere you live in. ഓർക്കുക, നിങ്ങളുടെ മനോഭാവം നിങ്ങൾ ജീവിക്കുന്ന അന്തരീക്ഷത്തെ നിശ്ചയിക്കുന്നു. Your atmosphere is the mood or the environment you surround yourself in. നിങ്ങളുടെ അന്തരീക്ഷം എന്നത് നിങ്ങളെ തന്നെ പൊതിയുന്ന വലയം ചെയ്യുവാൻ അനുവദിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ അന്തരീക്ഷമാണ്, ചുറ്റുപാട്. Hallelujah. Hallelujah. If you are living in an atmosphere without any expectation or hope in your life, that will kill your dreams. നിങ്ങൾ യാതൊരു പ്രതീക്ഷയും പ്രത്യാശയും ഇല്ലാത്തൊരു അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളെയും കൊന്നുകളയും. Hallelujah. Hallelujah. But today I have a good news for you. എന്നാൽ നിങ്ങളോട് ഒരു നല്ല വാർത്ത പറയാനുണ്ട്. The Holy Spirit, the dream giver, the dream releaser and the dream fulfiller is present in every blessing center. He is beside you, he is on you, he is in you. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വപ്നങ്ങളെ നൽകുന്ന, സ്വപ്നങ്ങൾക്ക് മുട്ടിടിക്കുന്ന, സ്വപ്നങ്ങളെ പൂർത്തീകരിക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് എല്ലാ ബ്ലെസ്സിംഗ് സെന്ററുകളിലും നിങ്ങളുടെ തൊട്ടടുത്ത് ആ പരിശുദ്ധാത്മാവ് കടന്നു വന്നിട്ടുണ്ട്. Call out to the Holy Spirit, Lord, come, revive my dreams. I want to revisit my vision. I want to revisit my dream. ഉറക്കെ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ്, പരിശുദ്ധാത്മാവേ എൻ്റെ അടുക്കലേക്ക് വരണമേ, എൻ്റെ സ്വപ്നങ്ങൾ വീണ്ടും ജനിക്കട്ടെ, എൻ്റെ ദർശനങ്ങൾ പുതുക്കം പ്രാപിക്കട്ടെ. പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിച്ചാലോ. Hallelujah. Hallelujah. A bad attitude that you have in your heart will destroy the hopes and dreams within you. നിങ്ങളുടെ അകത്തുള്ള തെറ്റായ ഒരു മനോഭാവം നിങ്ങൾക്ക് ഉള്ള സ്വപ്നങ്ങളെയും നിങ്ങളുടെ പ്രതീക്ഷകളെയും നശിപ്പിച്ചു കളയുന്നതാണ്. I heard the story of a young man going to consult with a palm reader. ഞാനൊരു ചെറുപ്പക്കാരന്റെ കഥ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു കൈനോട്ടക്കാരന്റെ അടുക്കൽ ചെന്നൊരു ചെറുപ്പക്കാരൻ. And it was a lady. The palm reader was a lady. This man came to this lady. ഈ ചെറുപ്പക്കാരൻ സ്ത്രീ ആയിരിക്കുന്ന അതൊരു പെണ്ണായിരുന്നു. ആ കൈനോട്ടക്കാരുടെ അടുക്കൽ ചെന്നു. And she looked at the palm. കൈയിലേക്ക് ശ്രദ്ധിച്ചു നോക്കി. She started reading. അവള് കൈരേഖ വായിക്കാൻ തുടങ്ങി. Young man, ചെറുപ്പക്കാരാ, till you are 40 years, you'll have to go through a lot of miseries and sufferings. നിങ്ങൾക്കൊരു 40 വയസ്സ് വരെ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും, പ്രശ്നങ്ങളായിരിക്കും. Then the young man was one side very sad because the first 40 years he will be going through many sufferings.
ഇതാ ഇത് കേട്ട ചെറുപ്പക്കാരൻ ഒരു വശത്ത് തനിക്ക് ഭയങ്കര ദുഃഖമായി, കാരണം ആദ്യത്തെ 40 വർഷം കഷ്ടപ്പെടണമല്ലോ. But on the other side, he had a great expectation. പക്ഷെ മറുഭാഗത്ത് തനിക്കൊരു സന്തോഷവും ഉണ്ടായി. From 40 years, suddenly there will be a change. അപ്പൊ 40 വർഷം കഴിയുമ്പോൾ ഒരു മാറ്റം വരാൻ പോകുന്നല്ലോ. There will be financial breakthrough. സാമ്പത്തികമായ വളർച്ച ഉണ്ടാകും. I will get income. എനിക്ക് വരുമാനങ്ങൾ വരും. There will be a breakthrough. അതൊരു വിടുതലായിരിക്കും. I will live happily. ഞാൻ സന്തോഷത്തോടെ ജീവിക്കും. Then the lady said, പിന്നീട് ആ സ്ത്രീ നോക്കിയിട്ട് പറഞ്ഞു, young man, ചെറുപ്പക്കാരാ, after 40 years, 40 വർഷത്തിന് ശേഷം you will never be miserable. നിങ്ങൾ അങ്ങനെയൊന്നും കഷ്ടപ്പെടുത്തുന്നില്ല. You will never be that suffering. അത്രത്തോളം നിങ്ങൾ കഷ്ടമൊന്നും പെടണ്ട. Because you suffered for 40 years and you will become accustomed to, used to that life, and you will never feel it. ഈ 40 വർഷം നിങ്ങൾ ആദ്യം കഷ്ടപ്പെടുന്നതുകൊണ്ട് അത് പിന്നെ അങ്ങോട്ട് ശീലമായതുകൊണ്ട് അങ്ങനെ പോയിക്കോളും. So what is the hope there? അവിടെ എന്താണ് ഒരു പ്രത്യാശ? Many believers are also like this. ഇതുപോലെയാണ് പല വിശ്വാസികളും. They think that, oh, I suffered a lot and now I am used to it, so I can continue like this. ഞാൻ എന്തായാലും ഇത്രയൊക്കെ കഷ്ടപ്പെട്ടു, ഇപ്പൊ അതൊക്കെ ഒന്നും കുഴപ്പമില്ല, ഇതൊക്കെ ഞാൻ ശീലിച്ചു, അങ്ങോട്ട് പോയിക്കോളാം. Now I don't expect anything. ഞാൻ വലിയ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല. No, today I am here to change that outlook, that view of life. എന്നാൽ ഇന്ന് നിങ്ങളുടെ ആ ഒരു മനോഭാവത്തെ, ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിനെ മാറ്റുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. You can expect something excellent from God. നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് അതിശ്രേഷ്ഠമായവയെ പ്രതീക്ഷിക്കാൻ കഴിയും. Because he can organize, he can form, he can create a very bright future for you. കാരണം ആ ദൈവത്തിന് നിനക്ക് വേണ്ടി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുഭഭാവിയെ ക്രമീകരിക്കുവാൻ, കൂട്ടിച്ചേർക്കുവാൻ കഴിയുന്നവനാണ്. Because your heavenly dad has the authority on your past, present and also future. കാരണം നിങ്ങളുടെ സ്വർഗീയ പിതാവിന് നിങ്ങളുടെ കഴിഞ്ഞ കാലം, നിങ്ങളുടെ ഇന്ന്, നിങ്ങളുടെ നാളുകളെ കുറിച്ച് അധികാരമുള്ളവനാണ്. Hallelujah. Hallelujah. He can change your future. അവന് നിന്റെ ഭാവിയെ മാറ്റിമറിക്കാൻ കഴിയും. The things that you have never experienced before, he can give you in the tomorrow. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെ വരും നാളുകളിൽ ദൈവത്തിന് നൽകാൻ കഴിയും. Because our God is a good God. കാരണം നമ്മുടെ ദൈവം നന്മ നിറഞ്ഞ ദൈവമാണ്. The Bible says good things will come to you from your heavenly Father. വചനം പറയുന്നു, നിങ്ങളുടെ സ്വർഗീയ പിതാവിൽ നിന്ന് നിനക്ക് നല്ല കാര്യങ്ങൾ, നന്മകൾ വരും. Shout hallelujah everywhere. എല്ലായിടത്തും ഉറക്കെ ആർപ്പോടെ hallelujah. Hallelujah. Number 2, write down. Expectation is based on God's promises. 2, എഴുതിയെടുക്കുക. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതീക്ഷയുള്ളത്. എവിടെ നിന്നാണ് നമുക്കൊരു പ്രതീക്ഷ വരുന്നേ? പറയാമോ? ദൈവിക വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട്. ഇല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് വകുപ്പില്ല. ചോദ്യം, എത്ര പേർക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തം കിട്ടിയിട്ടുണ്ട്? 2 Peter chapter 3 verse number 13. 2 പത്രോസ് 3-ാം അധ്യായം 13-ാമത്തെ വചനം. But in keeping with his promise, we are looking forward to a new heaven and a new earth where righteousness dwells. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. Say hallelujah. Hallelujah. We are looking forward to something new. നമ്മൾ പുതിയ ഒന്നിനു വേണ്ടി കാത്തിരിക്കുകയാണ്. A new heaven, ഒരു പുതിയ സ്വർഗം, a new earth, പുതിയ ഭൂമി. അരസെന്റ് ഭൂമി പോലും ഭൂമിയിലില്ലാത്ത ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഓർക്കണം, ഇവിടെ ഉണ്ടായാലും ഇല്ലേലും ഒരു പുതിയ ഭൂമി ഗിഫ്റ്റായി തരാൻ പിതാവായ ദൈവം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. പൊല്യൂഷൻ ഇല്ലാത്ത, ഓസോൺ ലെയറിൽ ഹോള് വീണിട്ടില്ലാത്ത, കുഴപ്പങ്ങളില്ലാത്ത, പൊല്യൂഷൻ ഇല്ലാത്ത നല്ല ഒരാകാശവും
നല്ല സ്വർഗവും നല്ല ഭൂമിയും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നു. This we know in keeping with his promises. ഇത് നാം അവന്റെ വാഗ്ദത്ത പ്രകാരം അറിയുന്നു. എല്ലാവരും പറഞ്ഞ വാഗ്ദത്തം. വാഗ്ദത്തം ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറ, വാഗ്ദത്തം. വാഗ്ദത്തം മുറുകെ പിടിക്കും. വാഗ്ദത്തം നോടെ. വാഗ്ദത്തം. We have his precious promises. നമുക്ക് ദൈവത്തിന്റെ വിലയേറിയ വാഗ്ദത്തങ്ങളുണ്ട്. We can grab on to the promises God has given us. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളെ നമുക്ക് മുറുകെ പിടിക്കാൻ കഴിയും. പിടിച്ചോ, മുറുകെ പിടിച്ചോ. Hallelujah. Hallelujah. We are clinging to the promises of God. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നമ്മൾ അള്ളിപ്പിടിക്കുകയാണ്. So Peter says, in keeping with the promises that we have already received, we are looking forward to a new heaven and a new earth. നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വാഗ്ദത്ത പ്രകാരം പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും നമ്മൾ കാത്തിരിക്കുകയാണ്. Our foundation, our base is the promises of God. നമ്മുടെ അതിലുള്ള അടിസ്ഥാനം എന്നത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാണ്. Hallelujah. Hallelujah. This is the eternal project of God. ഇത് ദൈവത്തിന്റെ നിത്യമായ ഒരു പദ്ധതിയാണ്. But my point is this. എൻ്റെ പോയിന്റ് ഇതാണ്. Based on promises, why can't we look forward to a new environment, a new situation in life, a new condition in life, a new future in life here on earth? ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഈ ദൈവിക വാഗ്ദത്തങ്ങൾ നമുക്ക് വേണ്ടി ഉള്ളതിനാൽ ആ വാഗ്ദത്തങ്ങളിൽ ഊന്നിക്കൊണ്ട് അതിനെ അടിസ്ഥാനമാക്കി എന്തുകൊണ്ട് പുതിയൊരു സാഹചര്യത്തിലേക്ക് പുതിയൊരു ഭാവിയിലേക്ക് നമുക്ക് നോക്കിക്കൂടാ? ഹല്ലേലൂയ. ഹല്ലേലൂയ. പുതിയൊരു ആകാശവും പുതിയ ഭൂമിയും വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അങ്ങോട്ട് പോകും. അത് തരാൻ കഴിവുള്ള ദൈവത്തിന് ഇപ്പോഴത്തെ അവസ്ഥകളൊന്ന് മാറ്റി നന്മ നിറഞ്ഞ അനുഗ്രഹങ്ങൾ നിറഞ്ഞ നല്ലൊരു ഭാവി തരാൻ പറ്റില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. എത്ര പേർ വിശ്വസിക്കുന്ന കർത്താവിന് അത് സാധിക്കും? കൈകൾ അടിച്ച കർത്താവിന് നന്ദി പറയാം. The word of God is full of promises. ദൈവത്തിന്റെ വചനം നിറയെ വാഗ്ദത്തങ്ങളാണ്. Hallelujah. Hallelujah. So based on that promise, we can expect something great, something excellent from God. ആ വാഗ്ദത്തങ്ങളെ അടിസ്ഥാനമാക്കി ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങളെ ശ്രേഷ്ഠമായവയെ നമുക്ക് പ്രതീക്ഷിക്കാം. A farmer does everything based on his expectation of a great crop. ഒരു കൃഷിക്കാരൻ തനിക്ക് ലഭിക്കാൻ പോകുന്ന വലിയൊരു കൊയ്ത്തിനെ വിളവിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് എല്ലാ പണികളും ചെയ്യുന്നത്. A farmer never doubts about the crops. ഒരു കൃഷിക്കാരൻ ഒരിക്കലും തനിക്കുണ്ടാകാൻ പോകുന്ന വിളവിനെ കുറിച്ച് സംശയിക്കുന്നില്ല. Because I am sowing seeds, I have to get the returns. കാരണം ഞാനിതാ വിത്തുകൾ വിതയ്ക്കുകയാണ്, അതിന്റെ വിളവ് എനിക്ക് കിട്ടണം. James 5:7. യാക്കോബിന്റെ ലേഖനം 5:7. Be patient then, brothers and sisters, until the Lord's coming. See how the farmer waits for the land to yield its valuable crop, patiently waiting for the autumn and spring rains. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പിൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. Hallelujah. Hallelujah. The farmer is waiting and waiting in expectation. ഇതാ ആ കൃഷിക്കാരൻ കാത്തുകാത്തിരിക്കുകയാണ് പ്രതീക്ഷയോടെ. Hallelujah. Hallelujah. In the same way we can stay in expectation to see the harvest. അതുപോലെ തന്നെ ആ ദൈവികമായ ഒരു കൊയ്ത്തിനു വേണ്ടി പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കുവാൻ കഴിയണം. Every promise of God is like a seed. ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും ഒരു വിത്ത് പോലെയാണ്. Hallelujah. Hallelujah. Based on that seed we can have an expectation
expectation. ആ വിത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്കൊരു പ്രതീക്ഷയുണ്ടാകും. When you read the word of God, വചനം വായിക്കുമ്പോൾ the seed of God falls into our field. ദൈവവചനമാകുന്ന വിത്ത് നാം ആകുന്ന നിലത്തേക്ക് വീഴുന്നു. Naturally we can have an expectation of a crop. സ്വാഭാവികമായി തന്നെ അതിന്റെ ഒരു വിളവ് നമുക്ക് പ്രതീക്ഷിക്കാം. Say hallelujah. Hallelujah. Amen. Amen. But always remember, your experience depends on your expectation. ഓർക്കുക, നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനമായി അനുസൃതമായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവവും. ഒരിക്കൽ കൂടെ, നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവവും. എല്ലാവരും നിങ്ങളുടെ എന്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചായിരിക്കും എനിക്കുണ്ടാകുന്ന അനുഭവവും. എല്ലാവരും എന്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചായിരിക്കും എനിക്കുണ്ടാകാൻ പോകുന്ന അനുഭവവും. Amen. Amen. Number 3, write down. Faith has to come before expectation. മൂന്നാമത് എഴുതിയെടുക്കുക, വിശ്വാസം, പ്രതീക്ഷയ്ക്ക് മുൻപായി വിശ്വാസം വരണം. First comes faith. Second comes expectation. ആദ്യം വിശ്വാസം വരുന്നു, തുടർന്ന് പ്രതീക്ഷ വരുന്നു. Hebrews chapter 11 verse number 1. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വചനം. Now faith is the substance of things hoped for, the evidence of things not seen. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. Hallelujah. Hallelujah. In English it says faith is the substance. അവിടെ ഇംഗ്ലീഷിൽ പറയുന്നത് വിശ്വാസം എന്നത് ഒരു പദാർത്ഥമാണ്. Hallelujah. Hallelujah. We have many material substances. നമുക്ക് നിരവധി ഖരവസ്തുക്കൾ, ഭൗതിക വസ്തുക്കളുണ്ട്. Usually we make everything out of some substance, some material. എല്ലാ കാര്യങ്ങളും നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുക്കളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. Hallelujah. Hallelujah. And the writer says faith is a substance of things hoped for. അവിടെ ആ എഴുത്തുകാരൻ പറയുകയാണ്, വിശ്വാസം എന്നത് നമ്മൾ പ്രത്യാശിക്കുന്ന കാര്യത്തിന്റെ ഒരു വസ്തുവാണ്. Hallelujah. Hallelujah. So faith is a spiritual substance. വിശ്വാസം എന്നത് ഒരു ആത്മീക പദാർത്ഥമാണ്. പറഞ്ഞേ, വിശ്വാസം എന്നത് ഒരു ആത്മീക പദാർത്ഥമാണ്. We need this material called faith to create anything or build anything, to see anything. ഏതെങ്കിലും ഒരു കാര്യം കാണുവാൻ, ഏതെങ്കിലും ഒരു കാര്യം പണിയുവാൻ ഈ വിശ്വാസം എന്ന വസ്തു നമുക്ക് ആവശ്യമാണ്. I always say, if you are a child of God, your capital is faith. നമ്മളെപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഒരു ദൈവ പൈതലാണെങ്കിൽ നിങ്ങൾക്കുള്ള മൂലധനമാണ് വിശ്വാസം. ആമേൻ. പറഞ്ഞേ, ഒരു വിശ്വാസിയുടെ മൂലധനമാണ് വിശ്വാസം. വിശ്വാസം വലിയ അക്ഷരത്തിൽ എഴുതി വെക്ക്. ഒരു വിശ്വാസിയുടെ മൂലധനമാണ് വിശ്വാസം. എല്ലാവരും, ഒരു വിശ്വാസിയുടെ മൂലധനമാണ് വിശ്വാസം. Expectation is built upon faith. വിശ്വാസത്തിന്റെ മേലാണ് പ്രതീക്ഷ പണികഴിപ്പിക്കപ്പെടുന്നത്. Say hallelujah. ഒരു ഹല്ലേലൂയ. We can have faith without expectation. നമുക്ക് പ്രതീക്ഷ കൂടാതെ വിശ്വസിക്കാൻ കഴിയും. But you cannot have expectation without faith. എന്നാൽ വിശ്വാസമില്ലാതെ ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല. Because faith is the foundation. കാരണം വിശ്വാസമാണ് അടിസ്ഥാന ഘടകം. Faith is the substance. അവിശ്വാസമാണ് അതിന്റെ മൂലപദാർത്ഥം. It is the material with which we build everything else. എല്ലാ മറ്റു തുടർന്നുള്ള കാര്യങ്ങളൊക്കെ പണിതുയർത്തുന്ന വസ്തു, യഥാർത്ഥ വസ്തു എന്നുള്ളത് വിശ്വാസമാണ്. Say hallelujah. ഒരു ഹല്ലേലൂയ. Number 4. 4. Expectation is the platform for God's work in our lives. നമ്മുടെ ജീവിതത്തിലെ ദൈവപ്രവൃത്തികൾക്കുള്ള വേദിയാണ് പ്രതീക്ഷ. പറഞ്ഞു നോക്കി, നമ്മുടെ ജീവിതത്തിലെ ദൈവപ്രവൃത്തികൾക്കുള്ള വേദിയാണ് പ്രതീക്ഷ. ഒന്നുകൂടെ എല്ലാവരും. നമ്മുടെ ജീവിതത്തിലെ ദൈവപ്രവൃത്തികൾക്കുള്ള വേദിയാണ് പ്രതീക്ഷ. It is the airport on which
on which miracles of God will land. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ വന്നിറങ്ങുന്ന എയർപോർട്ടാണ് പ്രതീക്ഷ. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ വന്നിറങ്ങുന്ന എയർപോർട്ടാണ് പ്രതീക്ഷ എന്നത്. Suppose this is an aircraft. ഇത് ഒരു വിമാനമാണെന്ന് ചിന്തിക്കുക. This is fully loaded with miracles and blessings of God. ദൈവിക അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു വിമാനം. It is flying above you. അത് നിങ്ങളുടെ മുകളിലൂടെ പറക്കുകയാ. Without an airport, airdrome, it cannot land. ഒരു എയർപോർട്ട് ഇല്ലാതെ ആ വിമാനത്തിന് ഒരിക്കലും നിലത്തിറങ്ങുവാൻ കഴിയുകയില്ല. It is fully loaded with God's miracles. അത് ദൈവിക അത്ഭുതങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. So this aircraft is now looking for a very good airport to land. ഇപ്പോൾ ഇതാ ഈ വിമാനം അതിന് ഇറങ്ങാൻ പറ്റിയ ഒരു എയർപോർട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. So it is looking around. അത് ചുറ്റും നോക്കുകയാണ്. Is there any airport of expectation anywhere? പ്രതീക്ഷ നിറഞ്ഞ ഏതെങ്കിലും വിമാനത്താവളമുണ്ടോ? The airport, we are the airport. നമ്മളാണ് ആ വിമാനത്താവളം. Our expectation is the airport. നമ്മുടെ പ്രതീക്ഷയാണ് ആ വിമാനത്താവളം. So the aircraft is coming. ഇതാ ആ വിമാനം വരികയാണ്. It is getting ready to land. അത് ഇതാ ഇറങ്ങുവാനായി തയ്യാറെടുക്കുകയാണ്. Oh, there is an airport here. ഇവിടെ ഇതാ ഒരു താവളമുണ്ടല്ലോ. Miracle here. അത്ഭുതം ഇവിടെ നടക്കട്ടെ. Miracle here. അടുത്ത അത്ഭുതം. A miracle here. അടുത്ത അത്ഭുതം. A miracle here. അടുത്ത അത്ഭുതം. It is the airport on which God's miracles can land. പ്രതീക്ഷയാണ് ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ വിമാനത്തിന് പറന്നിറങ്ങുവാൻ കഴിയുന്ന എയർപോർട്ട് എന്നത്. How many airports sitting here? ഇവിടെ എത്ര എയർപോർട്ടുകളുണ്ട്? If your airport is not ready, the Holy Spirit will help you to prepare that airport. നിങ്ങളുടെ എയർപോർട്ട് ഇതുവരെ തയ്യാറായിട്ടില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എവിടെയുണ്ട്? അവൻ ആ നിലത്തെ ആ എയർപോർട്ടിനെ നിങ്ങളിൽ സജ്ജമാക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നവനാണ്. The moment the airport is ready, the aircraft will land. ആ എയർപോർട്ട് റെഡിയാകുന്ന നിമിഷം തന്നെ ദൈവത്തിന്റെ ആ വിമാനം വന്നിറങ്ങും. And you will stand up with a great testimony. നിങ്ങൾ വലിയൊരു സാക്ഷ്യമായി എഴുന്നേറ്റ് നിൽക്കും. Hallelujah. Hallelujah. നാല് പേരോട് പറ, സാക്ഷ്യം പറയാൻ തയ്യാറാകുക. സാക്ഷ്യം പറയാൻ തയ്യാറാവുക. സാക്ഷ്യം പറയാൻ തയ്യാറാവുക. സാക്ഷ്യം പറയാൻ തയ്യാറാവുക. സാക്ഷ്യം പറയാൻ തയ്യാറാവുക. Hallelujah. Hallelujah. Luke chapter 3 verse number 15. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 15-ാമത്തെ വചനം. Luke 3:15. ലൂക്കോസ് 3-ാം അധ്യായം 15-ാം വചനം. Now as the people were in expectation and all reasoned in their hearts about John whether he was the Christ or not. ജനം കാത്തുനിന്നു, അവൻ ക്രിസ്തുവോ എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെ കുറിച്ച് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ. Now in English it says the people were in expectation. അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ജനം വളരെ പ്രതീക്ഷയിലായിരുന്നു. Which people? ഏത് ജനം? What is the background? എന്താണ് ഇതിന്റെ പശ്ചാത്തലം? John the Baptist started ministry. യോഹന്നാൻ സ്നാപകൻ തന്റെ ശുശ്രൂഷ He started preaching. പ്രസംഗിക്കാൻ So ആരംഭിച്ചു. many people repented. നിരവധി ആളുകൾ മാനസാന്തരപ്പെട്ടു. They took baptism under him. അവന്റെ കീഴിൽ അവർ സ്നാനമേറ്റു. One day, ഒരു ദിവസം thousands of people gathered on the banks of the river Jordan. യോർദാൻ നദിക്കരയിൽ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരിക്കുകയാണ്. And all people were standing there in great expectation. അവിടെ വന്ന എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി അവിടെ ഇരിക്കുകയാണ്. I heard one man of God saying, in one translation, it says, all the people were on tiptoes. ഒരു ദേവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരു പരിഭാഷയിൽ ബൈബിൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ജനം എല്ലാം വിരൽ തുമ്പിൽ നിന്നു. തള്ളവിരൽ കുത്തി ആയിരക്കണക്കിന് പേര് യോർദാൻ നദിയുടെ അടുക്ക് കൂടിയേക്കുക. അവരെങ്ങനെയാ നിൽക്കുന്നത്? Expectation. പ്രതീക്ഷ. What are they expecting? അവരെന്താണ് പ്രതീക്ഷിക്കുന്നത്? They are expecting the Christ. അവർ ക്രിസ്തുവിനെയാണ് പ്രതീക്ഷിക്കുന്നത്. The humanity had been expecting for Jesus for the last 4,000 years.
കാരണം കഴിഞ്ഞ 4000 വർഷങ്ങളായി ആ മുഴുവൻ മനുഷ്യരും ഒരു ക്രിസ്തുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് From കഴിയുകയാണ്. the time of Adam. ആദമിന്റെ കാലം മുതൽക്കേ Now Christ is coming. ഇതാ ക്രിസ്തു വരുന്നു. They expected John to be the Christ. അവർ യോഹന്നാൻ സ്നാപകനാണ് ക്രിസ്തുവെന്ന് പ്രതീക്ഷിച്ചു. യോഹന്നാൻ താഴെ വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ജനം വന്നുകൂടിയിരിക്കുക. ഒത്തിരി ഗ്രാമങ്ങളിൽ നിന്ന്, പട്ടണങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് പേർ തള്ളവിരൽ കുത്തി ഇങ്ങനെ നിൽക്കുക. ഇതായിരിക്കോ ക്രിസ്തു, ക്രിസ്തു ആയിരിക്കോ, ക്രിസ്തു ആയിരിക്കോ, ഇതായിരിക്കോ ക്രിസ്തു. John said, no, I am not the Christ. യോഹന്നാൻ പറഞ്ഞു, അല്ല, ഞാനല്ല ക്രിസ്തു. The Christ is coming after me. എന്റെ പിന്നാലെ ക്രിസ്തു വരുന്നുണ്ട്. I am here just to prepare his way. ഞാൻ അവന് വഴിയൊരുക്കാൻ വന്നവൻ മാത്രമാണ്. ഇത് കേട്ടതോടുകൂടെ ജനം ചുറ്റും നോക്കാൻ തുടങ്ങി. ഇനി ആരായിരിക്കും പുറകെ വരുന്നത്? എല്ലാവരും വേറൊരു ഭാഗത്തേക്ക് നോക്കാൻ തുടങ്ങി. അതായിരിക്കുമോ ക്രിസ്തു? ആ സമയത്താണ് കർത്താവ് ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാ യോർദാൻ നദിയിലേക്ക്, വെള്ളത്തിലേക്ക് അവൻ ഇറങ്ങുകയാണ്. തള്ളവിരൽ കുത്തി ജനം നോക്കി നിൽക്കുക. ക്രിസ്തു 4000 വർഷത്തെ പ്രതീക്ഷകൾക്കൊടുവിൽ ഇതാ ക്രിസ്തു രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. ജനം മുഴുവൻ പ്രതീക്ഷയിലായിരുന്നു. അപ്പോൾ ക്രിസ്തു വന്നു. ഇവിടെ ഇരിക്കുന്ന ജനം, ഓരോ ബ്ലെസ്സിംഗ് സെന്ററിലും ഇരിക്കുന്ന ജനം ഇന്ന് പ്രതീക്ഷയിലാണെങ്കിൽ കർത്താവ് ഇന്ന് വരും, നാളെയല്ല, ഉപവാസ പ്രാർത്ഥനയിലല്ല, ഇന്ന് 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 today the Lord can come into your life if you are staying in expectation. നിങ്ങൾ ഇന്ന് വലിയ പ്രതീക്ഷയോടുകൂടി ആയിരിക്കുന്നെങ്കിൽ ഇന്ന് 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 കർത്താവ് നിങ്ങളുടെ അടുക്കൽ വരും. Oh my Jesus. Hallelujah. Hallelujah. ആ ഞായറാഴ്ചയല്ലേ, ഒന്ന് പോയേക്കാം. ബ്ലെസ്സിംഗ് സെന്ററിൽ പോയില്ലെങ്കിൽ എന്തോ പോലെയാണ്. കാരണം അന്നത്തെ ദിവസം ഒരു മൂഡ് ഓഫ് ആയി. അതുകൊണ്ട് പോയി ഇരുന്നിട്ട് പോരാ, കഞ്ഞിയും കുടിച്ചേക്കാം. നോ, അങ്ങനെ വന്നാൽ കർത്താവിനെ കാണണമെന്നില്ല. എല്ലാവരെയും കാണും, കഞ്ഞിയും കുടിക്കും, വീട്ടിൽ പോവും. എന്നാൽ പ്രതീക്ഷയോടുകൂടി വന്ന ആരെങ്കിലും ബ്ലെസ്സിംഗ് സെന്ററിനകത്തുണ്ടെങ്കിൽ ഇതാ വഴി ഒരുങ്ങിക്കഴിഞ്ഞു. ക്രിസ്തു നിന്റെ ജീവിതത്തിലേക്ക് വരികയാണ്. അനേക ആണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം പ്രതീക്ഷയോടെ നിൽക്കുന്നവർക്ക് വേണ്ടി ഇതാ അവൻ നടന്ന് 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 നിന്റെ അടുക്കിലേക്ക് വരും. അല്ല, പ്രതീക്ഷിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? നോക്കിയേ, ബൈബിളിലൊരു വചനമുണ്ട്, സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല എന്ന് വെച്ചാൽ, നീ പ്രതീക്ഷിക്കുന്നവനാണെങ്കിൽ, പ്രതീക്ഷിക്കുന്നവളാണെങ്കിൽ നിന്നെ ഒരിക്കലും കർത്താവ് നാണം കെടുത്തില്ല, വന്നിരിക്കും. നീ പ്രതീക്ഷിക്കുന്ന നന്മ, നീ പ്രതീക്ഷിക്കുന്ന സൗഖ്യം, നീ പ്രതീക്ഷിക്കുന്ന വിടുതൽ നിന്റെ ജീവിതത്തിലേക്ക് മക്കളുടെ മേലൊരു നന്മ കാണാൻ എത്ര നാളായി കാത്തിരിക്കുന്നു. ഇന്നാണോ 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 കർത്താവേ എന്ന് പ്രതീക്ഷിക്കുന്നവരോട് ഞാൻ പറയുന്നു, നിന്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച്, നിന്റെ പ്രത്യാശയ്ക്കനുസരിച്ച് ഒരു വലിയ വിടുതൽ യേശു എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കോട്ടയും ശരണവുമേ. യേശു എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കോട്ടയും ശരണവുമേ. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. യേശു എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കോട്ടയും ശരണവുമേ.
യേശു എന്റെ കൂടെയുണ്ട്. കൈകളടിച്ച് എന്റെ കോട്ടയും ശരണവുമേ. ഒരു സൈന്യമെന്റെ നേരെ പടയുമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. ഒരു സൈന്യമെന്റെ നേരെ പടയുമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. Acts chapter 2 verse number 1 through 4. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 4 വരെ. We can see 120 people waiting in an upper room. ഇവിടെ ഇതാ 120 പേർ ഒരു മാളിക മുറിയിൽ കാത്തിരിക്കുന്നത് They കാണാം. had been waiting there expecting the coming of the Holy Spirit for the last 10 days. ഇതാ അവർ കഴിഞ്ഞ 10 ദിവസങ്ങളായി പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് വേണ്ടി അവർ We saw കാത്തുകാത്തിരിക്കുകയാണ്. how a bunch of people were waiting for Christ and how they see Christ. How they saw Christ. നമ്മൾ കണ്ടു ഒരു കൂട്ടം ആളുകൾ ക്രിസ്തുവിന് വേണ്ടി മശീഹയ്ക്ക് വേണ്ടി കാത്തിരുന്നു. അവർ ക്രിസ്തുവിനെ കണ്ടെത്തിയത് നമ്മൾ കണ്ടു. Hallelujah. ഹല്ലേലൂയ. Now a group is waiting for the Holy Spirit. ഇവിടെ ഇതാ ഒരു കൂട്ടം പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നു. Why? എന്തുകൊണ്ട്? Because they had a promise. കാരണം അവർക്കൊരു വാഗ്ദത്തം The ഉണ്ടായിരുന്നു. promise from the Father. പിതാവിൽ നിന്നുള്ള വാഗ്ദത്തം. Our expectation is based on the promises of God. നമ്മുടെ പ്രതീക്ഷകളെല്ലാം തന്നെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ So അടിസ്ഥാനപ്പെടുത്തിയാണ് if there ഇരിക്കുന്നത്. is a promise, you can expect. നിങ്ങൾക്ക് ഒരു വാഗ്ദത്തമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും See, പ്രതീക്ഷിക്കാം. if you are a child of God, you are an heir of God, and you are a co-heir, joint heir with Christ. നിങ്ങൾ ഒരു ദൈവ പൈതലാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ അവകാശിയാണ്, യേശുവിനോടൊപ്പം കൂട്ടവകാശിയാണ്. Meaning you can expect great things from God because He is your Father. കാരണം അതിന്റെ അർത്ഥം ഇതാണ്, അവൻ നിന്റെ പിതാവായിരിക്കയാൽ ദൈവത്തിൽ നിന്നും വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. Hallelujah. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ കയ്യെ പിടിച്ച് മുഖത്തോട്ട് നോക്കിയിട്ട് പറ, നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ പ്രതീക്ഷിക്കാൻ വകുപ്പുണ്ട്. പ്രതീക്ഷിക്കാൻ വകുപ്പുണ്ട്. മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക, നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ പ്രതീക്ഷിക്കുവാൻ വകുപ്പുണ്ട്. കാരണം വാഗ്ദത്തമുണ്ട്, അവകാശമുണ്ട്. വാഗ്ദത്ത പ്രകാരം നമ്മൾ അവകാശികളാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. പറഞ്ഞു പഠിക്കുക. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. വലിയ ശബ്ദത്തിൽ എല്ലാവരും ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. വലതുകരം ഉയർത്തിക്കൊണ്ട് പറ, ഞാൻ ദൈവത്തിന്റെ അവകാശിയും ക്രിസ്തുവിന്റെ കൂട്ടവകാശിയുമാണ്. തന്നെ പറയാം, ഞാൻ ദൈവത്തിന്റെ അവകാശിയും ക്രിസ്തുവിന്റെ കൂട്ടവകാശിയും ആകുന്നു. അടുത്ത ആളോട് ചോദിക്കുക, പിന്നെ പ്രതീക്ഷിക്കുന്നതിൽ വല്ല തെറ്റുണ്ടോ? ഉണ്ടോ? നോ. എല്ലാം എൻ്റെ അപ്പൻ്റെ ആണെന്നേ, പിന്നെ പ്രതീക്ഷിക്കുക. ഹല്ലേലൂയ. പ്രതീക്ഷിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല. But if you have a bad attitude, you will not expect. എന്നാൽ നിങ്ങളുടെ മനോഭാവം തെറ്റാണെങ്കിൽ, മോശമാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുകയില്ല. Now there is a hydrogen bomb. എന്നാൽ ഇപ്പോൾ ഇതാ ഒരു ഹൈഡ്രജൻ ബോംബുണ്ട്. Ephesians 3:20. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വചനം. This is about your expectation. ഇത് നമ്മുടെ പ്രതീക്ഷയെക്കുറിച്ചാണ്. Now to him who is able to do immeasurably more than all we ask or imagine, according to his power that is at work within us. എന്നാൽ നാം ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തം ഉപരിയായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. അർത്ഥം വല്ലതും മനസ്സിലായോ? നിന്റെ പ്രതീക്ഷകൾക്കപ്പുറത്ത് പ്രവർത്തിക്കുന്ന സ്വഭാവമുള്ളൊരു ദൈവം നിനക്കുണ്ട്. എന്താണോ നീ പ്രതീക്ഷിക്കുന്നത് അതിനപ്പുറത്ത് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ.
Hallelujah. How many of you expect a miracle today? ഇന്ന് നിങ്ങളിൽ എത്ര പേർ ഇന്ന് ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നു? How many of you expect God to bless you today? ഇന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ പ്രതീക്ഷിക്കുന്ന എത്ര പേരുണ്ട്? How many of you expect God to give you a breakthrough today? ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം തരുവാൻ പ്രതീക്ഷിക്കുന്ന എത്ര പേരുണ്ട്? How many of you expect God to heal you today? ദൈവം ഇന്ന് നിങ്ങളെ തൊട്ട് സുഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? How many of you expect you to fill with His Holy Spirit today? ഇന്ന് പരിശുദ്ധാത്മാവിനാൽ ദൈവം നിങ്ങളെ നിറക്കും എന്ന് പ്രതീക്ഷിക്കുന്ന എത്ര പേർ ഇവിടെയുണ്ട്? How many of you expect that God can deliver you from all your addictions and bondages today? ഇന്ന് നിങ്ങളുടെ എല്ലാ ദുശീലങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങളെ വിടുവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന എത്ര പേർ ഇവിടെയുണ്ട്? I tell you again, God will work above your expectations. ഞാൻ പറയട്ടെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും ഉപരിയായി കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയും. God will work and perform miracles far above your imaginations, your hopes and your expectations. നിങ്ങളുടെ പ്രത്യാശയ്ക്കും നിങ്ങളുടെ നിലവുകൾക്കും ഉപരിയായി പ്രതീക്ഷകൾക്കും മുകളിലായി കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയും. Hallelujah. Hallelujah. In Acts chapter 3 we see a lame beggar. അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ ഒരു മുടന്തനായ ഭിക്ഷക്കാരനെ നമ്മൾ കാണുന്നു. He had been seated there for many decades. ഇതാ പതിറ്റാണ്ടുകളെ താൻ അവിടെ ഇരുത്തപ്പെട്ടിരിക്കുകയാണ്. He had only one expectation, and that was the alms, small money given by the people. തനിക്ക് ആകെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുള്ളൂ, ആളുകൾ എറിഞ്ഞു കൊടുക്കുന്ന നാണയത്തുട്ടുകളാണ് തന്റെ പ്രതീക്ഷ. That was only expectation. അത് മാത്രമാണ് തന്റെ പ്രതീക്ഷ. Every day I would get some coins, and with that coins I would live. ആളുകൾ തരുന്ന ഭിക്ഷ, അതുകൊണ്ട് ആ നാണയത്തുട്ടുകൾ വെച്ച് ഞാൻ ജീവിതം കഴിച്ചുകൂട്ടും. And that expectation for him was sure. ആ തനിക്കുണ്ടായിരുന്ന ആ പ്രതീക്ഷ നിമിത്തം It was sure. അത് ഒരു കാര്യം ഉറപ്പുവരുത്തി. It was sure because Jewish people was in the habit of giving to the poor. തന്റെ ആ ഒരു പ്രതീക്ഷയ്ക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു, കാരണം യഹൂദന്മാർ എല്ലാവരും ഭിക്ഷ കൊടുക്കുന്നവരായിരുന്നു. Because the Jewish rabbis taught all the Jews that they had to give. It was mandatory for Jews to give to the poor. കാരണം യഹൂദ ഗുരുക്കന്മാർ ഇങ്ങനെ പഠിപ്പിച്ചിരുന്നു, നിങ്ങൾ നിർബന്ധമായും അങ്ങനെയുള്ള ആളുകൾക്ക് ഇതുപോലെ ഭിക്ഷ നൽകണമെന്ന് അവർ പഠിപ്പിച്ചിരുന്നു. Hallelujah. Hallelujah. And the beggar knew that all the Jews would be generous on him. ആ ഭിക്ഷക്കാരൻ അറിയാമായിരുന്നു, എല്ലാ യഹൂദന്മാരും ദാനധർമ്മത്തിൽ എനിക്ക് ധാരാളമായിട്ട് ഭിക്ഷ നൽകും. One day. ഒരു ദിവസം. I said one day. ഒരു ദിവസം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഒരു ദിവസം. പറഞ്ഞു ഒരു ദിവസം. ഒരു ദിവസം. പറ. ഒരു ദിവസം. ഒരു ദിവസം മതി നിന്റെ ഗതി മാറാൻ. ഒരു ദിവസം മതി അവസ്ഥകൾ മാറാൻ. ഒരു ദിവസം മതി ദൈവത്തിന് നിന്നെ സന്ദർശിക്കാൻ. ഒരു ദിവസം മതി കർത്താവിന് നിന്റെ കണ്ണുനീര് തുടച്ചു മാറ്റാൻ. എന്റെ കുഞ്ഞ്, ഒരു ദിവസം മതി കർത്താവിന് ചില മാറ്റങ്ങൾ വരുത്താൻ. One day, as usual, he was sitting at the gate called Beautiful. ഒരു ദിവസം പതിവ് പോലെ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന്റെ പടിവാതിൽക്കൽ തന്നെ ഇരിക്കുകയാണ്. Here comes two men. ഇവിടെ ഇതാ രണ്ട് ആളുകൾ വരുന്നു. Expectantly he looked into their face. പ്രതീക്ഷയോടുകൂടി അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി. Sir, യജമാനനെ, meaning give me something. അതിന്റെ അർത്ഥം ഇതാണ്, എനിക്ക് എന്തെങ്കിലും തരണേ. I am a beggar. ഞാനൊരു ഭിക്ഷക്കാരനാണ്. Look at my legs. എന്റെ കാല് നോക്കൂ. I am lame. ഞാൻ മുടന്തനാണ്. Give me something. എനിക്ക് എന്തെങ്കിലും തരണേ. Please give me something. എനിക്ക് എന്തെങ്കിലും തരണേ. With expectation. We can read that. നമുക്കത് ബൈബിൾ വായിക്കാൻ കഴിയും. Acts chapter 3 and verse number 5. അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായം 5-ാമത്തെ വചനം. So the man gave them his attention, expecting to get something from them. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. എന്തായിരുന്നു അവരുടെ പ്രതീക്ഷ? വല്ലതും കിട്ടും, എന്തെങ്കിലും കിട്ടാതിരിക്കും. കാരണം പള്ളിയിലോട്ട് പ്രാർത്ഥനയ്ക്ക് പോവുക, ഇവിടെ നേർച്ചിട്ടിട്ട് വേണം അവിടെ നേർച്ചയിടാൻ, കാരണം ഇയാളാണ് ആദ്യം ഇരിക്കുന്നത്. ഹലോ, എന്തെങ്കിലും കിട്ടും, കാരണം രണ്ടുപേരെ വരുന്നേ. നോക്കി, ആർക്ക് പറയാം എന്താ കിട്ടിയത്? കിട്ടിയത് ഞാൻ പറയാം, സിൽവർ or gold, we don't have any.
But in the name of Jesus, rise up and walk. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. God did a miracle for him. ദൈവം അവന് വേണ്ടി ഒരു അത്ഭുതമാണ് നൽകിയത്. Not silver, not gold, not any coin, not any money, but that day he got his life transformed. വെള്ളിയോ പൊന്നോ ഏതെങ്കിലും നാണയ തുട്ടുകളല്ല അന്ന് ദൈവം അവന് കൊടുത്തത്. അന്നത്തെ ദിവസം അവന്റെ ജീവിതം മാറ്റിമറിയപ്പെട്ടു. Ephesians 3:20 is in display in his life. എഫേസ്യ ലേഖനം 3:20 അവന്റെ ജീവിതത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. God can do far above your expectation and imagination. നിങ്ങൾ ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തം ഉപരിയായ ദൈവത്തിന് ചെയ്യാൻ കഴിയും. With the mighty power at work those who are believing on him. അവനിൽ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്നവന്റെ ശക്തിയാൽ. Anybody believing on him? എത്ര പേർ ഇവിടെ കർത്താവിനെ വിശ്വസിക്കുന്നവരുണ്ട്? There is a power at work for those who are believing on him. അവനിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി ഇപ്പൊ ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ആ ബ്ലെസ്സിംഗ് സെന്ററിലും വ്യാപരിക്കുന്നുണ്ട്, വീടുകളിൽ വ്യാപരിക്കുന്നുണ്ട്. നിന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ വലിപ്പം നിമിത്തം, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിമിത്തം, I release miracles in the name of Jesus. Every lame leg straighten up in Jesus' name. In the mighty name of Jesus, let miracles take place. Let you be healed. അത്ഭുതങ്ങൾ നടക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ, മുടന്നു മാറട്ടെ, കാലുകൾ നിവരട്ടെ. അത്ഭുതങ്ങൾ, അത്ഭുതങ്ങൾ. If you have an expectation inside, God has his power to release and unleash into your life. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷയോടെ ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ശക്തിയെ നിന്റെ ജീവിതത്തിലേക്ക് അവൻ തുറന്നു വിടുകയാണ്. I can see something like a whirlwind, a strong wind coming into all blessing centers right now. എല്ലാ ബ്ലെസ്സിംഗ് സെന്ററിലേക്കും വലിയൊരു ചുഴലിക്കാറ്റ് പോലെ കടന്നു വരുന്നത് ഞാൻ കാണുന്നു. The power of God is coming like a whirlwind to bless you, to deliver you, to break all bondages in Jesus' name. ഒരു ചുഴലിക്കാറ്റ് പോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളെ വിടുവിക്കുവാൻ, സ്വതന്ത്രരാക്കുവാൻ എല്ലാ ബ്ലെസ്സിംഗ് സെന്ററിലും എഴുന്നള്ളിയിരിക്കുകയാണ്. Mental illness is healed in Jesus' name. മാനസിക അസുഖങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. Kidneys are healed in Jesus' name. വൃക്കകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. Every kind of cancer is getting healed in Jesus' name. എല്ലാ വിധത്തിലുള്ള ക്യാൻസറുകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. Barrenness is turning into fruitfulness in Jesus' name. വന്ധ്യത മാറുകയാണ്, അവിടെ ഫലം കായ്ക്കൽ നടക്കുകയാണ്. Receive your miracle in Jesus' name. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ അത്ഭുതം പ്രാപിക്കുക. If you expect a miracle, receive a bigger miracle today. ഓ, നിങ്ങൾ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നെങ്കിൽ വലിയൊരു അത്ഭുതം ഇന്ന് പ്രാപിക്കുക. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാൽ. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാൽ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭുജബലത്താൽ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭുജബലത്താൽ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. മിന്നൽ പിണരുകൾ വീശും പിന്മാരിയെ ഊറ്റുമവൻ. മിന്നൽ പിണരുകൾ വീശും പിന്മാരിയെ ഊറ്റുമവൻ. ഉണരുകയായി ജനകോടികൾ തകരുമപ്പോൾ ദുശക്തികളും. ഉണരുകയായി ജനകോടികൾ തകരുമപ്പോൾ ദുശക്തികളും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും ചെകിടർക്കുമേ. കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും
അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Please sit one more time. അല്പനേരം കൂടി ഇരിക്കുക. A few more minutes I will preach and I'm going to pray for you. ചില മിനിറ്റുകൾ കൂടെ പ്രസംഗിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. Your expectation in your spirit will serve as the breeding ground for miracles. നിങ്ങളുടെ ഹൃദയത്തിലുള്ള പ്രതീക്ഷ ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്കുള്ള ഒരു ജന്മസ്ഥലമായി മാറാൻ പോവുകയാണ്, വിളഭൂമിയായി മാറാൻ പോവുകയാണ്. Hallelujah. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ച പ്രതീക്ഷ വല്ലതും ഉണ്ടോ? പ്രതീക്ഷ വല്ലതുമുണ്ടോ? വേറെ ആൾ ചോദിച്ച എന്താ നിങ്ങളുടെ പ്രതീക്ഷ? എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? Hallelujah. God has stored up greater things for the days to come. വരുവാനുള്ള നാളുകൾക്ക് വേണ്ടി ദൈവം ശ്രേഷ്ഠമായ കാര്യങ്ങളെ കരുതിക്കൂട്ടി അല്ലെങ്കിൽ കരുതി വച്ചിരിക്കുകയാണ്. Good days are not behind you, good days are before you. നിങ്ങളുടെ നല്ല നാളുകൾ നിങ്ങളുടെ പിന്നിലല്ല, നിങ്ങളുടെ മുൻപിലാണുള്ളത്. The longer you expect, greater the miracles you are going to receive. നിങ്ങൾ എത്രത്തോളം കാലം പ്രതീക്ഷയോടിരിക്കുന്നുവോ അത്രയും വലിപ്പമുള്ള അത്ഭുതങ്ങളായിരിക്കും നിങ്ങൾ പ്രാപിക്കുന്നത്. കുറേ നാളായി ബ്രദറെ പ്രാർത്ഥിക്കുന്നു, ഘോഷിക്കുന്നു, ഇതുവരെ ഒന്നും കണ്ടില്ല. പ്രതീക്ഷ മങ്ങരുത്. പകരം അകത്തൊരു കാര്യം തിരിച്ചറിയുക, മറ്റനേകർക്ക് കിട്ടിയിട്ടില്ലാത്ത വലുപ്പമുള്ള നന്മകൾ എനിക്ക് വൈകാൻ കാരണം അത് ഇത്തിരി ഉമ്മണി വലുതാ, വന്നെത്താൻ ഇത്തിരി സമയമെടുക്കും. അതുകൊണ്ട് എന്നെക്കുറിച്ച് ആരും പേടിക്കൊന്നും വേണ്ട, വന്നുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞേ, വന്നുകൊണ്ടിരിക്കുകയാണ്. The longer you expect, greater the miracles you receive. നിങ്ങൾ എത്ര നാളുകളായി അതിനുവേണ്ടി കാത്തിരിക്കുന്നുവോ അത്രയും വലിയൊരു അനുഗ്രഹമായിരിക്കും അത്. If the things you expect are delayed unnecessarily, you can expect bigger, mightier things. കാരണം കൂടാതെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം വൈകുന്നെങ്കിൽ അതിലും വലിയ ശ്രേഷ്ഠമായ ഒരു കാര്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. Somebody told me, if you expect a hut, you will get it the next day. But if you're expecting a palace, you'll have to wait for years. നിങ്ങൾ ഒരാൾ ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾ ഒരു കുടിലാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് അത് കിട്ടും. എന്നാൽ ഒരു കൊട്ടാരമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ചില വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. എത്തിയില്ല എന്ന് തോന്നുന്നു, വേവ് ലെങ്ത് ഇല്ല. പറ. നിങ്ങൾ ഒരു കുടിലാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നാളെ തന്നെ നിങ്ങൾക്കത് കിട്ടും. എന്നാൽ നിങ്ങളൊരു കൊട്ടാരമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ചില വർഷങ്ങൾ എടുത്തേക്കാം. എല്ലാവർക്കും ഇപ്പോഴും പിടുത്തം കിട്ടിയിട്ടില്ല. നിങ്ങൾ ഒരു കുടിലാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നാളെ തന്നെ കിട്ടും. എന്നാൽ നിങ്ങൾ കൊട്ടാരമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ചില വർഷങ്ങൾ എടുത്തേക്കാം. ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. അർത്ഥം ഇത്രയേ ഉള്ളൂ, നിന്റെ നന്മകൾ വരുന്നെങ്കിൽ കൊട്ടാര സദൃശ്യമായ അനേകർക്കില്ലാത്ത വലിയ സാക്ഷ്യം പറയാവുന്ന, ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയാവുന്ന വലിയ നന്മകൾ വരുന്നുണ്ട്. The last point, number 5. 5. Expectation connects you to the supernatural. പ്രതീക്ഷ നിങ്ങളെ പ്രകൃത്യാതീതമായതിലേക്ക് ഇണക്കി ചേർക്കുന്നു. പ്രതീക്ഷയുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഓർക്കണം, നിങ്ങൾ സൂപ്പർ നാച്ചുറലായ പലതുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നിങ്ങളുടെ കണക്ഷൻ കിടക്കുന്നത്, ബന്ധം കിടക്കുന്നത് സാധാരണ ഈ ലോകത്തിൽ മാത്രമല്ല,
ഈ ലോകത്തിനപ്പുറത്തുള്ള സൂപ്പർ നാച്ചുറൽ വേൾഡുമായി നിങ്ങൾക്ക് കണക്ഷനുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നത്, പക്ഷേ എൻ്റെ സഹായം ഈ പർവ്വതത്തിൽ നിന്നൊന്നും അല്ല വരുന്നത്. എൻ്റെ സഹായം ആകാശവും ഭൂമിയും എല്ലാം ഉണ്ടാക്കി എൻ്റെ സൂപ്പർ നാച്ചുറൽ വേൾഡിൽ നിന്നാണ് എൻ്റെ ഹെൽപ്പ് വരുന്നത്. Your expectation paves a way to divine intervention. നിങ്ങളുടെ പ്രതീക്ഷ ദൈവികമായ ഇടപെടലിനുള്ള പാതയൊരുക്കുന്നു. When God intervenes supernaturally, you will receive amazing miracles. ദൈവം പ്രകൃത്യാതീതമായി അസാധാരണമായി നിങ്ങളോട് ഇടപെടുമ്പോൾ അത്ഭുതകരമായ കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. Say hallelujah. ഒരു ഹല്ലേലൂയ. You know the story of the woman with the issue of blood. രക്തസ്രാവക്കാരിയായ സ്ത്രീയുടെ കഥ നിങ്ങൾക്കറിയാം. She had an expectation when she set out from her house to meet with Jesus. അവൾ അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ യേശുവിനെ കാണാമെന്നൊരു പ്രതീക്ഷയായിട്ടാണ് അവൾ ഇറങ്ങിയത്. Today, anybody who has arrived in any blessing center, did you set out with an expectation to meet with Jesus? ഇന്ന് ബ്ലെസ്സിംഗ് സെന്ററിൽ ഇരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കർത്താവിനെ ഇന്ന് കാണാം എന്ന പ്രതീക്ഷയാണോ നിങ്ങൾ വന്നത്? Hallelujah. ഹല്ലേലൂയ. Many people were pressing against Jesus. അനേക ആളുകൾ യേശുവിനെ തിക്കി ഞെരുക്കുകയായിരുന്നു. Nothing happened. ഒന്നും അവർക്ക് സംഭവിച്ചില്ല. പക്ഷേ this lady, ഈ സ്ത്രീ through the crowd, ഈ ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അതിന്റെ ഇടയിലൂടെ കടന്നു വന്ന് and touched the hem of his garment. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു. But she had a promise. പക്ഷേ അവൾക്കൊരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. And the promise is found in Malachi chapter 4 verse number 2. ആ വാഗ്ദത്തം കാണുന്നത് മലാക്കി പുസ്തകം 4-ാം അധ്യായം 2-ാം വചനത്തിലാണ്. But unto you that fear my name shall the Son of righteousness rise with healing in his wings. നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. എല്ലാവരും വായിച്ചേ. നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. എല്ലാവരും 1 2 3. നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. What? സൂര്യന് ചിറകുണ്ടോ? What nonsense is this? ഇതെന്താ അബദ്ധമാണ് എഴുതി വെച്ചിരിക്കുന്നത്? I will explain. ഞാൻ വിശദീകരിക്കാം. In those days, the Jewish people used to wear a prayer shawl called talit. അന്നത്തെ കാലഘട്ടത്തിൽ യഹൂദ ആളുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തലീത്ത് എന്ന് പറയുന്ന ഒരു ശിരോവസ്ത്രം ധരിക്കുമായിരുന്നു. And at the edges of this talit, there were threads hanging down, knotted threads hanging down. എന്നാൽ ഈ തലയിലൂടെ അവർ ധരിക്കുന്ന തുണിയുടെ അറ്റത്തായിട്ട് നൂൽ കെട്ടുകൾ ഉണ്ടായിരിക്കും, നൂലുകൾ കെട്ടിയിട്ടിരിക്കും. They were called wings. അതിനെ ചിറകുകൾ എന്നാണ് അവർ വിളിക്കുന്നത്. Wings, ചിറകുകൾ. Hallelujah. So according to Malachi's prophecy or promise, the threads hanging down from the hem of Jesus' garment are called wings. ആ മലാക്കിയുടെ പ്രവചന പ്രകാരം യേശുവിന്റെ വസ്ത്രത്തിലൂടെ തൂങ്ങിക്കിടക്കുന്ന ആ നൂൽക്കെട്ടുകളെ ചിറകുകൾ എന്ന് വിളിക്കുന്നു. Hallelujah. Hallelujah. Jesus is the Son of righteousness. യേശുവാണ് നീതി സൂര്യൻ. On the Mount of Transfiguration, the 3 disciples with Jesus saw his face shining like a sun. മറുരൂപമലയിൽ ഇതാ തന്റെ 3 ശിഷ്യന്മാർ യേശുവിന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നതായി കണ്ടു. Touch somebody and say, Jesus is the Son of righteousness. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് പറഞ്ഞേ, യേശുവാണ് നീതി സൂര്യൻ. Hallelujah. Hallelujah. And does the Son of righteousness has wings? ഈ നീതി സൂര്യന് ചിറകുകളുണ്ടോ? Yes. ഉണ്ട്. The hem of his garment is the wing. തന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലാണ് ആ ചിറക്. Hallelujah. Hallelujah. So the lady, I don't know how she understood the spiritual principle
contained in that verse, under the wing of the Son of Righteousness there is healing. നീതി സൂര്യന്റെ ചിറകിനടിയിൽ രോഗശാന്തി ഉണ്ട് എന്ന വാഗ്ദത്തം അവൾക്ക് എങ്ങനെ വ്യാഖ്യാനിച്ചു കിട്ടിയെന്ന് എനിക്കറിയില്ല. എന്നാൽ അവൾ മനസ്സിലാക്കി, ഞാൻ ആ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടാൽ എനിക്ക് സൗഖ്യമുണ്ട്. And the lady, according to that spiritual principle, touched the hem of Jesus' garment. Immediately the Bible says power went out of Jesus and touched her and she was healed. അവൾ അവളുടെ കരങ്ങൾ നീട്ടി വിശ്വാസത്തോടുകൂടി യേശുവിന്റെ ആ തൊങ്ങലിൽ തൊട്ടു. ആ പ്രവചനത്തിൽ എഴുതിയിരുന്നത് പോലെ, ആ തത്വം പോലെ തന്നെ അവൾ ഉടനടി സൗഖ്യമായി. So Malachi says the Son of Righteousness will rise up with healing wings. ഇതാ മലാക്കി പ്രവചിച്ചു, ഇതാ നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടി അതിന്റെ ചിറക് വിടർത്തി വരും. None of us ever doubt that the sun would come up the next day. നമ്മൾ ആരും ഒരിക്കലും ആ ഒരു കാര്യത്തിൽ സംശയിക്കുന്നില്ല. സൂര്യൻ നാളെ ഉദിക്കുമെന്ന കാര്യത്തിൽ ആരും സംശയിക്കുന്നില്ല. ആർക്കെങ്കിലും സംശയമുണ്ടോ നാളെ സൂര്യൻ ഉദിക്കുമോ? ഉദിക്കാൻ സാധ്യതയുണ്ടോ? കലണ്ടറിൽ നോക്കണം, കാലാവസ്ഥ നാളെ സൂര്യൻ ഉണ്ടാവുമോ? ആർക്കെങ്കിലും സംശയം തോന്നാറുണ്ടോ? No. Faithfully, punctually, sun rises in the east every day without any failure. യാതൊരു മുടക്കവും കൂടാതെ എല്ലാ ദിവസവും വിശ്വസ്തമായി സൂര്യൻ കിഴക്കുദിക്കുന്നു. We are talking about the natural sun. നമ്മൾ ഈ ഭൂമിയിലെ സൂര്യനെ കുറിച്ച് പറയുന്നു. Right? ശരിയല്ലേ? And when the sun rises, സൂര്യൻ ഉദിച്ചു വരുമ്പോൾ many people go to take a sun bath. പല ആളുകളും ആ സൂര്യന്റെ മുൻപിൽ ചെന്ന് നിൽക്കും. Why? Because they know a secret that the sun rays can bring healing to their bodies. അവർക്കറിയാം, ആ പ്രഭാതത്തിലെ സൂര്യകിരണങ്ങൾ അവരുടെ ശരീരത്തിൽ പതിക്കുമ്പോൾ അത് അവർക്ക് ഒരു രോഗശാന്തിയാണ്. There is healing in the rays of the natural sun. ഈ ഭൂമിയിലെ പ്രകൃതിയിലുള്ള സൂര്യന്റെ കിരണങ്ങളിൽ സൗഖ്യമുണ്ട്. What about the spiritual sun of righteousness? അങ്ങനെയെങ്കിൽ ആത്മീകമായ നീതി സൂര്യന്റെ കാര്യത്തിലോ? Will he be absent any day in your life? നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ദിവസം അവൻ വരാതിരിക്കുമോ, ഉദിക്കാതിരിക്കുമോ? If the natural sun created by the spiritual sun of righteousness is coming every day without fail, how much more the creator, the Son of Righteousness, will rise up with his healing power under his wings. നീതി സൂര്യനായ നമ്മുടെ കർത്താവ് സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിലെ സൂര്യൻ കൃത്യമായി എല്ലാ ദിവസവും ഉദിക്കുന്നെങ്കിൽ എത്രത്തോളം നമ്മുടെ നീതി സൂര്യനായ യേശു രോഗോപശാന്തിയോടുകൂടെ ചിറക് വിടർത്തി നമുക്ക് വേണ്ടി ഉദിച്ചു വരും. If the natural sun has healing power, how much more the Son of Righteousness has power to heal you and me. ഭൗതികമായ സൂര്യന് സൗഖ്യമാക്കുവാനുള്ള ശക്തിയുണ്ടെങ്കിൽ ആത്മീക നീതി സൂര്യനായ യേശുവിന് എത്രത്തോളം എന്നെയും നിന്നെയും സൗഖ്യമാക്കുവാൻ ശക്തിയുള്ളവനാണ്. Hallelujah. Hallelujah. So the lady touched ആ സ്ത്രീ തൊട്ടു the wings or the hem of his garment and she got healed. ആ വസ്ത്രത്തിന്റെ തൊങ്ങലുകൾ അല്ലെങ്കിൽ ചിറകുകൾ തൊട്ടു, അവൾ സൗഖ്യമായി. Say hallelujah. ഒരു ഹല്ലേലൂയ. Can I tell you a secret today? ഞാൻ ഒരു രഹസ്യം നിങ്ങളോട് പറയട്ടെ. Today the Son of Righteousness has risen above you. ആ നീതി സൂര്യൻ നിങ്ങളുടെ മുകളിൽ ഇന്ന് ഉദിച്ചിരിക്കുകയാണ്. With his healing power. തന്റെ സൗഖ്യമാക്കുന്ന ശക്തിയോടെ. With his healing wings. തന്റെ സൗഖ്യമാക്കുന്ന ചിറകുകൾ വിടർത്തിക്കൊണ്ട്. With his healing rays. ആ തന്റെ സൗഖ്യമാക്കുന്ന കിരണങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട്. I feel in my body the power to heal the sick people emanating, flowing out from the Son of Righteousness. ഞാൻ എൻ്റെ ശരീരത്തെ ഞാൻ അനുഭവിക്കുകയാണ്. നീതി സൂര്യനായ കർത്താവിൽ നിന്നും സൗഖ്യമാക്കുന്ന പ്രകാശ കിരണങ്ങൾ അവരിൽ നിന്നും നിങ്ങളിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Right now the healing power is flowing. ഇപ്പോൾ ആ രോഗസൗഖ്യത്തിന്റെ ശക്തി ഒഴുകുകയാണ്. I can see some severe, ugly, dirty skin diseases
like psoriasis getting healed by the healing of the praise of the Son of Righteousness. I don't know where that is happening right now. ആ നീതി സൂര്യന്റെ കിരണങ്ങളാൽ ഞാൻ കാണുകയാണ് വളരെ വൃത്തികെട്ട രീതിയിലുള്ള സൊറായസിസ് പോലുള്ള മാരകമായ ത്വക്ക് രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാവുകയാണ്. Hallelujah. Hallelujah. Is there anybody who has expectation like that bleeding woman to receive, to touch the hem of Jesus' garment and receive that healing power right now? രക്തസ്രാവക്കാരിയെ സ്ത്രീക്കുണ്ടായിരുന്നതുപോലെ പ്രതീക്ഷ നിറഞ്ഞ ഹൃദയത്തോടുകൂടെ എത്ര പേർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്, എത്ര പേർ ആ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രതീക്ഷയോടെ ആയിരിക്കുന്നു. Lift up your right hand, your left hand towards the Son of Righteousness. Touch him and receive your healing. നിങ്ങളുടെ ഇടതുകരവും വലതുകരവും ആ നീതിസൂര്യനിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് അവനിൽ നിന്നും ആ ഒരു സ്പർശനം സ്വീകരിച്ചാലും നിങ്ങളുടെ സൗഖ്യം സ്വീകരിച്ചാലും. Hallelujah. Hallelujah. I can see blocks in blood streams just melting away, and that blocks that is going away in Jesus' name. രക്തക്കുഴലുകളുടെ അകത്തുള്ള ബ്ലോക്കുകൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ ബ്ലോക്കുകൾ മാറുന്നത് ഞാൻ കാണുകയാണ്. Just lift up your hands and shout Jesus. Cry out to him, call out to his name. Receive your healing everywhere. Today the healing power is flowing. നിങ്ങളുടെ രണ്ട് കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി യേശുവേ എന്ന് ഉറക്കെ വിളിച്ചാലും നിങ്ങളുടെ സൗഖ്യത്തെ സ്വീകരിക്കുക, നിങ്ങളുടെ അത്ഭുതത്തെ പ്രാപിക്കുക. PCOD is getting healed right now. PCOD ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. Ovaries get healed in the name of Jesus. ഓവറികൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. Come on, people, lift your voices, call out to him. ഓ ശബ്ദം ഉയർത്തി യേശുവേ എന്ന് വിളിച്ചാലും with great expectation, വലിയ പ്രതീക്ഷയോടെ, standing on your tiptoes with great expectation, receive your miracle in Jesus' name. പ്രതീക്ഷയോടുകൂടെ പ്രതീക്ഷയുടെ തള്ളവരൽ ഊന്നി നിന്നുകൊണ്ട് യേശുവേ എന്ന് വിളിച്ച് നിങ്ങളുടെ അത്ഭുതത്തെ സ്വീകരിക്കുക. Come on, receive your healing right now. നിങ്ങളുടെ സൗഖ്യം സ്വീകരിക്കുക. Every alcoholic is getting delivered in Jesus' name. എല്ലാ മദ്യപാനികളും ഇപ്പോൾ വിടുതൽ പ്രാപിക്കുന്നു. Drug addiction is broken in the mighty name of Jesus. മയക്കുമരുന്നിന്റെ അടിമത്തം യേശുവിന്റെ നാമത്തിൽ തകർക്കപ്പെടുന്നു. Tuberculosis, TB is healed in Jesus' name. TB ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. Every blind eye is opened in the mighty name of Jesus. എല്ലാ കുരുട് കണ്ണുകളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. Every deaf ear is opened in the mighty name of Jesus. എല്ലാ കാതുകളും ഇപ്പോൾ തുറക്കപ്പെടട്ടെ. Every unclean spirit leave the bodies right now. ഇപ്പോൾ അശുദ്ധാത്മാക്കൾ ശരീരം വിട്ട് ഓടിപ്പോകട്ടെ. Every joint, every knee be healed in Jesus' name. എല്ലാ ജോയിന്റുകളും എല്ലാ മുട്ടുകളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. Shout hallelujah to the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഉറക്കെ ഹല്ലേലൂയ. With the shout of hallelujah, receive your miracle. ആ ഹല്ലേലൂയയുടെ ആർപ്പോടുകൂടെ നിങ്ങളുടെ അത്ഭുതത്തെ പ്രാപിക്കുക. When you shout hallelujah, do what you cannot do. നിങ്ങൾ ഉറക്കെ ഹല്ലേലൂയ പറയുമ്പോൾ ഇതിനു മുൻപ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതിരുന്ന കാര്യം നിങ്ങൾ ഇപ്പോൾ ചെയ്യാൻ തുടങ്ങുക. Do what you cannot do. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതിരുന്ന കാര്യം ഇപ്പോൾ ചെയ്യുക. Do what you cannot do. നിങ്ങൾക്ക് മുൻപ് ചെയ്യാൻ പറ്റാതിരുന്നത് ഇപ്പോൾ ചെയ്യുക. The fire of God is falling down. ദൈവത്തിന്റെ തീ നിന്നെ ഇറങ്ങുന്നു. The fire of God is falling down. ദൈവത്തിന്റെ തീ ഇറങ്ങുകയാണ്. The holy fire of God is coming down. ദൈവത്തിന്റെ വിശുദ്ധ തീ ഇറങ്ങുകയാണ്. Lift up your hands, both of your hands. Shout at the top of your voice, top of your lungs 7 times. Big, beautiful, high voltage. Hallelujah. രണ്ട് കരങ്ങളും മുകളിലേക്ക് ഉയർത്തി ഏറ്റവും എത്രത്തോളം ശബ്ദമെടുക്കാമോ അത്രത്തോളം ശബ്ദത്തിൽ 7 ഹല്ലേലൂയ ഉറക്കെ പറയാം. Come on, hallelujah.